ആരായിരിക്കണം മുഖ്യമന്ത്രി എന്ന് ചോദിച്ചപ്പോ അവര് പറഞ്ഞു, ഞങ്ങളിപ്പോ പറയുന്നില്ല, പറയാതല്ല, പറയാൻ പറ്റൂല. വി.ഡി. സതീശന്റെ പേര് പറഞ്ഞാൽ അപ്പോ പണങ്ങുമാര് പറഞ്ഞോ, പേര് പറ. ചെന്നിത്തലേന്റെ പേര് പറഞ്ഞാൽ അപ്പോ വി.ഡി. സതീശൻ, പിന്നെ കെ.സി. വേണുഗോപാൽ. ഒന്നും മുണ്ടണ്ട. രാഹുൽ ഗാന്ധി പറയുന്നത് മുണ്ടണ്ട. മുഖ്യമന്ത്രി നമുക്ക് പിന്നെ ജയിക്കൂല എന്നുള്ള ഉറപ്പുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത്. പിന്നെ തീരുമാനിക്കാം. ആരാ തീരുമാനിക്കാനാ? എത്ര എണ്ണമാണ് മുഖ്യമന്ത്രിയാവാൻ നടക്കുന്നത്? ഈ ഒരു പുതിയ നാടിനെ നമുക്ക് ഇനിയും രൂപപ്പെടുത്തി മുന്നോട്ടേക്ക് കൊണ്ടുപോകണം. അതിന് തമ്മിൽ തല്ലി നടക്കുന്ന കോൺഗ്രസിനെ ചുമതലപ്പെടുത്തിയാൽ സാധിക്കുമോ? ആരായിരിക്കണം മുഖ്യമന്ത്രി എന്ന് ചോദിച്ചപ്പോ അവര് പറഞ്ഞു, ഞങ്ങളിപ്പോ പറയുന്നില്ല, പറയാതല്ല, പറയാൻ പറ്റൂല. വി.ഡി. സതീശന്റെ പേര് പറഞ്ഞാൽ അപ്പോ പണങ്ങുമാര് പറഞ്ഞോ, പേര് പറ. ചെന്നിത്തലേന്റെ പേര് പറഞ്ഞാൽ അപ്പോ വി.ഡി. സതീശൻ, പിന്നെ കെ.സി. വേണുഗോപാൽ. ഒന്നും മുണ്ടണ്ട. രാഹുൽ ഗാന്ധി പറയുന്നത് മുണ്ടണ്ട. മുഖ്യമന്ത്രി നമുക്ക് പിന്നെ ജയിക്കൂല എന്നുള്ള ഉറപ്പുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത്. പിന്നെ തീരുമാനിക്കാം. ആരാ തീരുമാനിക്കാനാ? എത്ര എണ്ണമാണ് മുഖ്യമന്ത്രിയാവാൻ നടക്കുന്നത്? അവർക്ക് ഓരോരുത്തർക്കും മുഖ്യമന്ത്രിയാവാൻ വേണ്ടി സ്ഥാനാർത്ഥി നിർണയം നടത്തിയപ്പോ അവർക്കനുകൂലമായി നിൽക്കുന്നവരെയാണ് സ്ഥാനാർത്ഥികളാക്കാൻ തുടങ്ങിയത്. അതിന്റെ ഫലം നമ്മൾ കാണാൻ പോകുന്നതേയുള്ളൂ. ഡീലിനെ പറ്റി നമ്മളെ പറ്റിയാ പറയുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ബി.ജെ.പിയും തമ്മിൽ ഡീലാണെന്ന് പറഞ്ഞാൽ വേറെ ആരുമല്ല, ഈ പറയുന്ന രാഹുൽ ഗാന്ധി. സി.ജെ.പി. എന്ന് നമ്മൾ വിളിക്കുകയാണ്. എന്തെങ്കിലും ഗന്ധമുണ്ടായിട്ടാണോ വിളിക്കുന്നത്? വല്ല കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടാണോ പറയുന്നത്? ഈ കേരളത്തെപ്പറ്റി അറിയോ? കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനത്തെ, പ്രത്യേകിച്ച് സി.പി.എമ്മിനെ ഇല്ലായ്മ ചെയ്യാൻ സി.പി.എമ്മിന്റെ ശക്തി കേന്ദ്രമായ കണ്ണൂർ ജില്ലയെ 1980കളുടെ ആദ്യം ദത്തെടുത്ത പ്രസ്ഥാനമാണ് ആർ.എസ്.എസ്. കേരളത്തെ ആകെയല്ല, കണ്ണൂർ ജില്ലയെ. എന്നിട്ട് അന്ന് 2 കോടി ഉറുപ്പിക കൊടുത്തു, അന്ന് 1980. എന്നിട്ട് കമ്മ്യൂണിസ്റ്റുകാരെ കൊല്ലാൻ തീരുമാനിച്ചു. ബീഡി കമ്പനിക്ക് ബോംബെറിയാൻ തീരുമാനിച്ചു. ബീഡി കമ്പനിക്ക് നേരെ ബോംബെറിഞ്ഞു. ഒരു ദിവസം തീരുമാനിച്ചു, കേരളത്തിന്റെ വിവിധ മേഖലയിലുള്ള ഈ ക്രിമിനൽ സംഘം കണ്ണൂർ കേന്ദ്രീകരിച്ച്, തലശ്ശേരി കേന്ദ്രീകരിച്ച്, തലശ്ശേരി താലൂക്കിന്റെ വിവിധ മേഖലയിൽ പാവങ്ങൾ പണിയെടുക്കുന്ന ബീഡി കമ്പനിയിലേക്ക് പോയി. കൃത്യം 11 മണിക്ക് ബീഡി തൊഴിലാളികൾ വീട് തെരച്ചു കൊടുക്കുന്ന സമയത്ത് നേരെ ബോംബെറിഞ്ഞു. ഒന്നല്ല, രണ്ടല്ല, നിരവധി ബീഡി കമ്പനിയിൽ ഒരേ സമയം. മുഖപരിചയം പോലുമില്ലാതെ പാവപ്പെട്ട മനുഷ്യനെ കൊലപ്പെടുത്തി. അവിടെയാണ് യു.കെ. ബാലൻ, യു. ദാമു ഇവരെല്ലാം മരിച്ചത്. നിരവധി സഖാക്കൾക്ക് പരിക്കേറ്റു ബോംബെറിഞ്ഞിട്ട്. അവസാനം അവിടെ കതിരൂരിന്റെ അടുത്ത് കൊട്ടിയോടിയിൽ ഒരു ബീഡി കമ്പനി ആക്രമിച്ച് തിരിച്ചോടുമ്പോ ചാലിൽ വീണ് ഒരുത്തൻ അവിടെ തന്നെ രക്തം വാർന്ന് മരിച്ചു.